ണ്ട്. അമൽ വലിയ ആത്മവിശ്വാസത്തിലാണ് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് ഉള്ളത്. അദ്ദേഹം ഡൽഹിയിൽ നിന്ന് മാധ്യമങ്ങളോട് പ്രേക്ഷകരോട് സംസാരിക്കുകയും ചെയ്തു ഇപ്പോൾ മാതൃഭൂമി ന്യൂസിലൂടെ. അദ്ദേഹം പറയുന്നത് UDFും LDFും തമ്മിലാണ് ഇവിടെ മത്സരം നടക്കുന്നത്. BJP ഒരു ഭയത്തിൻ്റെ ഫാക്ടറായി വരുന്നതേയില്ല, അല്ലെങ്കിൽ ഒരു മത്സരത്തിന് ഒരു ഫാക്ടറായി വരുന്നതേയില്ല എന്നാണ്. വിശദാംശങ്ങൾ എന്താണ്? വലിയ ആത്മവിശ്വാസത്തിൽ മുന്നോട്ട് പോവുകയാണല്ലോ ഇപ്പോൾ കോൺഗ്രസ്. മോർണിംഗ്. എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പുതിയ കമ്മിറ്റി വന്നതിന് ശേഷമുള്ള ഡൽഹിയിലെ ആദ്യ യോഗമാണ്. കോൺഗ്രസിനെ സംബന്ധിച്ച് എല്ലാം ഹൈക്കമാൻഡാണ് ഒരു അന്തിമ തീരുമാനമെടുക്കുന്നത്. അവിടെ തന്നെ ആദ്യ യോഗം നടക്കുന്നു. ആ യോഗത്തിലേക്ക് എത്തുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച എന്ന് പറയുന്നത് DCCകൾ പുനഃസംഘടിപ്പിക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ KPCC ഭാരവാഹികളുടെ കാര്യത്തിൽ മാറ്റമുണ്ടാകുമോ എന്നൊരു കാര്യം കൂടി ഉയരുന്നുണ്ട്. നിലവിൽ എന്തായാലും ഈ വീഴ്ച വരുത്തിയിട്ടുള്ള അല്ലെങ്കിൽ ദുർബലമായിട്ടുള്ള DCCകളെ ശാക്തീകരിക്കുക എന്നുള്ളതായിരിക്കും പ്രഥമമായ പരിഗണന. അങ്ങനെ വരുമ്പോൾ കേരളത്തിലെ 10 DCCകൾ മാറ്റം വരും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. കോഴിക്കോട്, മലപ്പുറം, അതോടൊപ്പം തന്നെ എറണാകുളം, തൃശ്ശൂർ അടക്കമുള്ള DCCകൾ മാറാനുള്ള സാധ്യത കാണുന്നില്ല. DCC പ്രസിഡന്റുമാർ മാറാനുള്ള സാധ്യത കാണുന്നില്ല. ഇതിൽ തൃശ്ശൂരിൽ പുതിയ DCC അധ്യക്ഷൻ വന്നിട്ട് വളരെ കുറച്ച് കാലമേ ആയുള്ളൂ. പാർലമെന്റ് തിരഞ്ഞെടുപ്പിലെ തോൽവിക്ക് ശേഷം അവിടെ പുതിയ ആളെ വെച്ചിരുന്നു. പക്ഷേ മറ്റ് സ്ഥലങ്ങളിലൊന്നും അങ്ങനെ മാറ്റം ഉണ്ടായിട്ടില്ല. 2021 DCCയിൽ അവസാനമായൊരു പുനഃസംഘടന ഉണ്ടാകുന്നത്. അതിനുശേഷം പലയിടങ്ങളിലും നിർജ്ജീവമായ അവസ്ഥയാണ് എന്നുള്ളതാണ് ഹൈക്കമാൻഡിന് തന്നെ ഒരു വിലയിരുത്തൽ. ദിവാദാസ് മുൻഷി അടക്കം അങ്ങനെ ഒരു റിപ്പോർട്ട് നൽകുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് K. സുധാകരന് അടക്കമുള്ള മാറ്റം ഉണ്ടായത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു റിപ്പോർട്ടുണ്ട്. സണ്ണി ജോസഫ് അത് തള്ളി പറയുമ്പോഴും ആ റിപ്പോർട്ട് ഹൈക്കമാൻഡിൻ്റെ പരിഗണനയിലാണുള്ളത്. ആ റിപ്പോർട്ട് പരിഗണിച്ചുകൊണ്ട് ഒരു മാറ്റത്തിലേക്ക് പോകും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഈ പറയുന്ന DCCകൾ കൃത്യമായ പുനഃസംഘടന നടത്തുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു പരിഗണന. ഈ പുതിയ നേതൃത്വത്തിൻ്റെ ഒരു നിർദ്ദേശം കൂടി പരിഗണിച്ചുകൊണ്ടാകും ഹൈക്കമാൻഡിൻ്റെ ഭാഗത്തു നിന്നും അന്തിമ നിലപാടുണ്ടാവുക. മോദി.